ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി, പാലക്കാട്. AC വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെയൊക്കെ PCB റിപ്പയർ ചെയ്യുന്നയാൾ. ഇന്ന് നമുക്ക് ലോയിഡ് ഇൻവെർട്ടർ ACയുടെ ഒരു ഔട്ട്ഡോർ ബോർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇതിൽ വരാവുന്ന കംപ്ലൈൻറ്റുകളും ഇതിൻ്റെ ഫങ്ഷനും മറ്റുള്ള കാര്യങ്ങളെ പറ്റി ഒരു ചെറിയൊരു ഡിസ്കഷൻ നടത്താം. എല്ലാ ബോർഡിലും വരുന്ന പോലെ തന്നെ ന്യൂട്രൽ, ഫേസ്, ലൈന്, എർത്ത്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വയർ. ഇത് കമ്മ്യൂണിക്കേഷൻ, ന്യൂട്രൽ, ഫേസ്, എർത്ത്. നമ്മൾ ന്യൂട്രൽ ഫേസ് ഇവിടെയാണ് കൊടുക്കുന്നത്. ഈ ഫ്യൂസ് വഴിയാണ്, ഈ 2 ലൈൻ ട്രാൻസ്ഫോമർ വഴി, ഇതിൻ്റെ ലൈൻ ഫിൽറ്ററുകളും വഴി ഇതിവിടെ വന്ന് ഇതിൻ്റെ മെയിൻ റെക്ടിഫയറിലേക്ക് വരും. അതായത് ഇതാണ് അതിൻ്റെ മെയിൻ റെക്ടിഫയർ. വലിയൊരു ബ്രിഡ്ജ് ഡയോഡാണ് ഇട്ടിരിക്കുന്നത്. മെയിൻ റെക്ടിഫയറിൻ്റെ മെയിൻ സെൻറ്റർ പിന്നിലേക്ക് വരും. ഈ സെൻറ്റർ പിന്നിൽ നിന്ന് ഇത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം പോസിറ്റീവ് നെഗറ്റീവ് DC നേരിട്ട് ഈ കപ്പാസിറ്ററുകളുടെ പോളുകളിലേക്ക് വരും. അത് വീണ്ടും ഒരു ഹൈ ആംബിയർ ഡയോഡ് ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഇതിവിടെ ഒരു IGBT വരും. IGBTയിലെ കളക്ടറിലേക്കും അവിടെ നിന്ന് അങ്ങനെ തന്നെ ഈ IPMൻ്റെ മെയിൻ പിന്നിലേക്കും കൊടുക്കും. എന്നിട്ട് അത് അവിടെ സ്റ്റാൻഡ് ബൈ അവിടെ ഇരിക്കും. ബാക്കിയുള്ള ഫങ്ഷൻ നമുക്ക് ഇതിൻ്റെ ഇങ്ങേ ഭാഗത്തു നിന്ന് വന്നാലേ അതിൻ്റെ കമാൻഡ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് ഞാൻ പറയാം. അതായത് ഇതിൽ നിന്ന് തന്നെ ഒരു പാർട്ട് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ചെറിയൊരു SMBS ഉണ്ട്. അതായത് ഈ IPMഉം IGBTയും ഇത് ഈ ICയും മറ്റുള്ള കാര്യങ്ങളെല്ലാം, ഈ റിലേസ് എല്ലാം വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് വോൾട്ടേജ് വേണമല്ലോ. എല്ലാ ബോർഡിലും വരുന്ന പോലെ തന്നെ ഇതിനകത്തും ഒരു SMBS ഉണ്ട്. അതായത് ഒരു 5 വോൾട്ട്, 12 വോൾട്ട്, 15 വോൾട്ട്, പിന്നെ ഒരു 3.3 വോൾട്ട്. അതായത് ഒരു 12 വോൾട്ടും ഒരു 15 വോൾട്ടും ഇതിനകത്തുണ്ടാവും. അത് നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ട് ഒരു 5 വോൾട്ടും 3.3 വോൾട്ടും ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കും. അതിനാണ് ഇത് ഈ 2 റെഗുലേറ്റർ ICs വെച്ചിരിക്കുന്നത്. ഈ 2 മാസ്റ്റർ പവർ സപ്ലൈ, അതായത് ഒരു 12 വോൾട്ടും ഒരു 15 വോൾട്ടും. 15 വോൾട്ട് ഡയറക്റ്റ് IPM വർക്ക് ചെയ്യാനുള്ളതും 12 വോൾട്ട് ഈ റിലേസും മറ്റുള്ള സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആ 12 വോൾട്ടും നമ്മൾ വീണ്ടും റെഗുലേറ്റ് ചെയ്തിട്ട് 5 വോൾട്ടിൻ്റെ സ്ഥാനത്തേക്ക് 5 വോൾട്ടും 3.3 വോൾട്ടിൻ്റെ സ്ഥാനത്തേക്ക് 3.3യും കൊടുക്കും. അപ്പോൾ അത് ഓരോ ഫംഗ്ഷൻ വർക്ക് ചെയ്യാതിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഏതിലാണ് ഫാൾട്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത് ഇത്രയും ഭാഗമാണ് ഈ ഇതിൻ്റെ SMBS എന്ന് പറയുന്നത്. ഈ SMBSൻ്റെ ഔട്ട്പുട്ട് ഒരു 15 വോൾട്ട് DC, ഒരു 15 വോൾട്ട്, 18 വോൾട്ട്, 3.3 വോൾട്ട്, അങ്ങനെ 3 എണ്ണം വരുന്നുണ്ട്. അത് നമ്മൾ റെഗുലേറ്റർ ICക്ക് ശേഷമാണ് 3.3. 18 വോൾട്ട് ഇവിടെ കൊടുത്തതിന് ശേഷം റെഗുലേറ്റർ ICക്ക് ശേഷമാണ് ഇവിടെ 15 വോൾട്ട്. അപ്പോൾ നമുക്ക് ഒരു 12 വോൾട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു 12 വോൾട്ടും 18 വോൾട്ടുമാണ് ഇവിടെ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ 18 വോൾട്ട് ഇവിടെ റെഗുലേറ്റ് ചെയ്തതിന് ശേഷം 15 വോൾട്ട് ആക്കിയിട്ടാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ട ലൈനിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിവിടെ 12 വോൾട്ട് ഉണ്ട്. 12 വോൾട്ടിനെ ഇവിടെ റെഗുലേറ്റ് ചെയ്തിട്ടാണ് 3.3 ആക്കിയിട്ട് പോകുന്നത്. അടുത്തത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ വയർ ഈ ഓറഞ്ച് വയറാണ്. അത് ഇവിടെയാണ് കൊടുക്കുന്നത്. അത് ഇവിടെ ചെറിയൊരു ലൈൻ ഫിൽറ്റർ വഴി 2 ഫിൽറ്ററും സെക്ഷനൊക്കെ ഉണ്ട്. 2 ഡയോഡ്, 2 റെസിസ്റ്റൻസ് എല്ലാം വന്ന് ഇവിടെ ഒരു ആപ്റ്റോ കപ്ലർ 2 എണ്ണം വരും. ഇതുവഴിയാണ് ഇതിനകത്തേക്ക് കമാൻഡ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ എറർ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡയോഡുകൾ അല്ലെങ്കിൽ ഈ ആപ്റ്റോ കപ്ലറുകൾ കംപ്ലൈൻ്റ് ആയാലാണ് സ്വാഭാവികമായിട്ടും അതിൽ വർക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എറർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗം മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇവിടുന്ന് ഇത്രയും ഭാഗത്താണ് കമ്മ്യൂണിക്കേഷൻ്റെ സർക്യൂട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഔട്ട്ഡോർ ഫാൻ മോട്ടർ അതിൻ്റെ സ്വിച്ചിങ് ഈ റിലേ ആണ്. ഇതതിൻ്റെ കപ്പാസിറ്റർ. ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ കപ്പാസിറ്ററും ഈ റിലേയും നമ്മൾ നോക്കുക മെയിനായിട്ട്. ഇത് AC ഫാൻ മോട്ടറാണ്. DC ഫാൻ മോട്ടറാണെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം DC ഫാനിൻ്റെ ഇത് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് വേറെ സ്വിച്ചിങ് സർക്യൂട്ട് വരും. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് ഡെഡായിട്ടാണ് വരുന്നത്, ഒരു ഇൻഡിക്കേഷൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് ചെക്ക് ചെയ്യണത് ഇവിടുന്ന് ഈ ഫ്യൂസ് കഴിഞ്ഞു. ഈ ലൈൻ ട്രാൻസ്ഫോമറുകൾ 2 എണ്ണം,
ഇതവിടെ 2 ലൈൻ ഫിൽറ്റർ, ഇവിടെ ഒരു ലൈറ്റ്നിങ് ഗാർഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഷോർട്ടായാലും എല്ലാം ഫ്യൂസ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ ഫ്യൂസ് മാറ്റുന്നതിന് മുമ്പ് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതുവരെ ഇത്രയും വരുന്ന കപ്പാസിറ്ററുകൾ കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത്, അതുപോലെ മെയിൻ റെക്ടിഫയറിൻ്റെ അത് നേരെ പോകുന്നത് മെയിൻ റെക്ടിഫയറിൻ്റെ സെൻറ്റർ പിന്നിലേക്കാണ്. ഇവിടേക്കാണ് വരുന്നത്. ഇതുവരെ അതായത് ഇവിടെ ഒരു റിലേ ഓൺ ആയതിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. റിലേ ഓൺ ആവുന്നത് ഈ സിസ്റ്റം ഓണായി റിലേ ഓൺ ആയാൽ മാത്രമേ മെയിൻ ഇതിലേക്ക് കറണ്ട് വരും. അപ്പോൾ ഈ റിലേയും ഇവിടെ ഒരു PTC വരും. ആ PTCയും ഒരു ഘടകമാണ്. അതായത് PTCന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് വോൾട്ട് ഇതിലേക്ക് നമ്മൾ കൊടുത്ത് സ്റ്റാർട്ടായതിന് ശേഷം പിന്നീട് ഈ സിസ്റ്റം എല്ലാം വർക്കായതിന് ശേഷം മാത്രമാണ് ഈ റിലേ ഓൺ ആവുക. അങ്ങനെ ഒരു സംവിധാനമാണ്. അപ്പോൾ ഈ റിലേ കംപ്ലൈൻ്റ് ആയാലും ഡെഡാവും. അതുപോലെ ഈ PTC, ഇവിടെ ഒരു PTC വരും. PTC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെയും ഇതിലൊക്കെ സ്റ്റാർട്ടിങ് ഇതിൽ വരുന്ന PTC തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് സർക്യൂട്ടിലേക്ക് കറണ്ട് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടാവും. അതാണ് അതിൻ്റെ പണി. അത് പണ്ട് മുതലേ ഉള്ള സാധനമാണ്. ഈ TV-യിലൊക്കെ ഡീഗോഷിംഗ് കോയിലിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഒരു സാധനമാണ്. അതായത് ഓൺ ചെയ്യുന്ന സമയത്ത് 2 സെക്കൻഡ് മാത്രം അതിലേക്ക് കറണ്ട് കൊടുത്തിട്ട് ബാക്കി കട്ടാക്കുക. അതായത് കപ്പാസിറ്ററിൻ്റെ അതേ ഫങ്ഷൻ, പക്ഷേ അത് നേരിട്ട് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. അപ്പോൾ അങ്ങനെ ആ സ്റ്റാർട്ടിങ് കൊടുത്ത് ഈ ഫങ്ഷൻ എല്ലാം ഓൺ ആയതിന് ശേഷം മാത്രമേ ഈ റിലേ ഓൺ ആവുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് കിട്ടാതിരുന്നാലും ഇത് ഡെഡാവും. അപ്പോൾ ഇത്രയും വരുന്ന ഭാഗങ്ങൾ, ഈ ലൈനിൽ വരുന്നത് ഇത്രയും കപ്പാസിറ്ററുകൾ, ഇത് ഏതെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിലും ഫ്യൂസ് അടിച്ചു പോകാം. അപ്പോൾ അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഇത്രയും ഭാഗങ്ങൾ, അതായത് PTC, ഈ റിലേ, ഈ വരുന്ന പ്രൊട്ടക്ഷൻ സർക്യൂട്ടുകൾ, ലൈറ്റ്നിങ് ഗാർഡ് എല്ലാം ഒരുപാട് പ്രൊട്ടക്ഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇത് കൊടുത്തിരിക്കുന്നതൊക്കെ ഷോർട്ടായാലും ഈ ഫ്യൂസ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സെൻറ്റർ പിന്നെ നമ്മൾ ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഷോർട്ടൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഫ്യൂസ് ഇടാൻ പാടുള്ളൂ. എന്നിട്ട് ഇവിടെ 230 വോൾട്ട് വരുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് DC കിട്ടും. ഈ DC ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് പോളുള്ളത്, നെഗറ്റീവ് ഇത് പോസിറ്റീവിലും വന്നിട്ട് 300-310 വോൾട്ട് വരും. അത് ഇവിടെ ഒരു മെയിൻ ഒരു ഹൈ ആംപിയർ ഡയോഡിലേക്കാണ് കൊടുക്കുന്നത്. ആ ഡയോഡിൻ്റെ ഒരു പിന്നിൽ കൊടുത്ത് അതിൻ്റെ അടുത്തതിൽ എടുക്കും. അതായത് ഇതുണ്ടോ, ഇതിൻ്റെ DC പോസിറ്റീവ് വോൾട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് പിന്നിലും ഇതിൻ്റെ പോസിറ്റീവ് പിന്നിന് ഔട്ട് എടുത്തിട്ട് IGBTയുടെ കളക്ടർ ഡയറക്റ്റ് D പിന്നിലും, അതായത് സെൻറ്റർ പിന്നിലും കൊടുക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് ഗേറ്റിങ്ങിൻ്റെ ഇതിലേക്ക് സ്വിച്ചിങ് നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയതിന് ശേഷം അത് ഓൺ ആവുള്ളൂ. ഈ ഓൺ ആയാലേ IPM വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. ഡെഡാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഭാഗം വല്ല ഷോർട്ട് ഉണ്ടോ നോക്കുക. എന്നിട്ട് ഇതിലൊന്നും ഷോർട്ടില്ല, ഇവിടെ ഇതുവരെ വോൾട്ടേജ് ഇതിൻ്റെ വെളിയിലാണ് ഷോർട്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവും ഇതിൻ്റെ ഈ ഡയോഡുകൾ തമ്മിൽ ഷോർട്ടുണ്ടോ, ഈ IGBT ഷോർട്ടുണ്ടോ നോക്കുക. ഈ IGBTയും ഷോർട്ടില്ല. എന്നിട്ട് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് നമ്മുടെ UVW പിന്നിലേക്ക് ഷോർട്ട് വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ IPM ഷോർട്ടായിരിക്കും. അപ്പോൾ ഷോർട്ടൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം ഈ ഫ്യൂസ് ഇട്ടിട്ട് ഇത്രയും ഭാഗങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഈ വോൾട്ടൊക്കെ ഇവിടെ സ്റ്റാൻഡ് ബൈയിൽ റെഡി ആക്കിയതിന് ശേഷം നമുക്ക് ഈ സെക്ഷനിലേക്ക് വരാം. ഈ സെക്ഷനിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ഈ SMPS ഭാഗത്ത് ഈ പറഞ്ഞ വോൾട്ടേജ്, അതായത് 12 വോൾട്ട് 18 വോൾട്ട് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഈ 12 വോൾട്ടാണ് ഇത് ഇവിടെ റെഗുലേറ്റ് ചെയ്ത് 3.3 ആയിട്ട് നമുക്ക് ഇവിടുന്ന് റെഗുലേറ്റ് ചെയ്തിട്ട് 3.3 ആയിട്ട് ഇവിടുന്ന് എടുക്കുന്നത്. ഇവിടെ കിട്ടുന്ന 18 വോൾട്ടാണ് അതേപോലെ റെഗുലേറ്റ് ചെയ്ത് 15 വോൾട്ട് ആക്കിയിട്ട് നമ്മൾ ഈ IPM വർക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ വോൾട്ടേജസ് ഒക്കെ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അറിയാം, ഇവിടെ LED ബ്ലിങ്കിങ് ആവും. ആ ബ്ലിങ്കിങ് ആവുന്ന ബ്ലിങ്കിങ്ങിൻ്റെ ഓരോ കൗണ്ടിനനുസരിച്ചാണല്ലോ നമ്മൾ ഫാൾട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് സർക്യൂട്ട് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലിങ്കിങ് തുടങ്ങും, മറ്റുള്ള ഫങ്ഷൻ സ്റ്റാർട്ടാവും. ഇതിനിടയിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കണം. കാരണം ഈ DC ഇതിന് ട്രാൻസ്ഫോമറിന് സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ആംബിയർ ബാലൻസ് ചെയ്യുന്നത് ആ ട്രാൻസ്ഫോമറാണ്.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്നുമില്ല ഷോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൽ കണക്ഷൻ കൊടുക്കുകയോ ചെയ്യണം, എന്നാലേ ഇതിൻ്റെ സർക്യൂട്ട് ഫില്ലാവുള്ളൂ. അത് അത്രയും ഭാഗം ഓക്കെ. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഫാൾട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ വോൾട്ടേജ് കൊടുക്കുന്നത്. അതിൻ്റെ കമാൻഡ് ഇതുവഴി വന്ന് ഈ 2 ആക്ടോ കപ്ലറാണ് നമുക്ക് ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലാണ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഇവിടെ ഒരു 2-3 ഡയോഡ് അതുപോലെ ഇവിടെ ചെറിയ ഇതൊക്കെ വരുന്നിട്ട് ഇതൊന്നും പോവില്ല. ഈ ഒക്ടോ കപ്ലർ സാധാരണ കംപ്ലയിൻ്റ് ആവലുണ്ട്. ഈ ഡയോഡിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വരും, ഇവിടെയുള്ള ചെറിയ റെസിസ്റ്ററുകളിലും എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ആ ഭാഗം ചെക്ക് ചെയ്താൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഫാൾട്ട് എടുക്കാം. ഡെഡാണെന്നുണ്ടെങ്കിൽ 2 ചാൻസ്, അതായത് ഈ മെയിൻ പവർ സപ്ലൈ ഇങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ള ഫാൾട്ട്, അത് ഒരു ലൈൻ, അതൊരു ഫാൾട്ട്. അല്ലാതെ ഈ SMPS വർക്ക് ചെയ്യാതിരുന്നാലും ഡെഡാവും. ഇതേ AC ലൈൻ തന്നെയാണ് നമുക്ക് പാരലായിട്ട് ഇതിൻ്റെ SMPSൻ്റെ ഇൻപുട്ടിലേക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ICയോ അല്ലെങ്കിൽ ഈ IC ഭാഗത്ത് കംപ്ലയിൻ്റ് ആയാലും ആ ഷോർട്ട് വരും. അപ്പം നമ്മളത് ഏതിൻ്റെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ടെക്നീഷ്യൻ്റെ മെയിൻ ഡ്യൂട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോർട്ട് ഈ മെയിൻ ഹെവി പവർ ലൈനിലാണോ SMPSൻ്റെ ലൈനിലാണോ എന്നുള്ളത് നമ്മൾ നോക്കിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ വോൾട്ടേജസ് എല്ലാം സ്റ്റഡി ആയതിനു ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ള ഫങ്ഷൻസ് നോക്കാൻ പറ്റൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ലൈനിലും 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ള കുറച്ച് കംപ്ലയിൻറ്റുകളുടെ കാര്യങ്ങൾ ഞാൻ മാത്രം ഡിസ്കസ് ചെയ്യാം. കാരണം ഓരോ ഫാൾട്ടുകളും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ, നമ്മൾ ഓരോ ടൈമിൽ വരുമ്പോഴായിരിക്കും ഓരോന്നുകൾ മനസ്സിലാക്കുന്നത്. മെയിനായിട്ട് ഈ പറഞ്ഞ മാതിരി ഇവിടെ ഫ്യൂസ് അടിച്ചു പോയിട്ട് ഇവിടെ ഡെഡായിട്ട് വരുമ്പോൾ ഈ ബ്രിഡ്ജ് കംപ്ലയിൻ്റ് ആവാം, അല്ലെങ്കിൽ ഈ ഡയോഡുകൾ കംപ്ലയിൻ്റ് ആവാം, ഈ IGBT അടിച്ചു പോയിട്ട് വരലുണ്ട്, IPM അടിച്ചു പോയിട്ട് വരലുണ്ട്. അത് റയർ കേസ് എങ്കിലും വരും. പക്ഷേ മെയിനായിട്ട് ഈ 3 ഭാഗത്ത് ഇത് വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഫാൾട്ടുകൾ കിട്ടും. ഫാൻ മാത്രം ഓടുന്നില്ല എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ ഇവിടെ ഒരു റിലേ വരും, ഇതിൻ്റെ ഫാനിൻ്റെ കപ്പാസിറ്റർ, മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫാൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കും. ഇത് ആക്ച്വലി ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു. ഇതിൻ്റെ ഫാനിൻ്റെ സ്വിച്ചിങ് റിലേ കംപ്ലയിൻ്റ് ആയിരുന്നു. നോക്കുമ്പോൾ ഫാനിൻ്റെ കോയിൽ തന്നെ കത്തിപ്പോയിരിക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ റിലേ വഴിയാണല്ലോ കണക്ഷൻ കൊടുക്കുന്നത്, ആ ഷോർട്ടിലേക്ക് റിലേ വഴി കൊടുത്തപ്പോൾ ഇതിൻ്റെ കോണ്ടാക്റ്റും കത്തിപ്പോയി, സ്വാഭാവികം. അപ്പോൾ ഇങ്ങനെയുള്ള ഫാൾട്ടുകളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരിക. ഇതിൽ ഈ വോൾട്ടേജ് സ്റ്റഡി ആക്കുക എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി റയർ കേസ്, ഈ കപ്പാസിറ്ററുകൾ വീക്കായാൽ ഇതിൻ്റെ കറക്റ്റ് വോൾട്ടേജ് കിട്ടില്ല, അതായത് 300 വോൾട്ട് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ വീക്കുണ്ടോ എന്ന് സംശയം നോക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് 300 വോൾട്ടിൽ കൂടുതൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ വീക്കായിരിക്കാം. അല്ലെങ്കിൽ ഇത് റെക്ടിഫയർ ഷോർട്ടോ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ പ്രശ്നമുണ്ടെങ്കിലും നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കിട്ടില്ല. അതുപോലെ ഇവിടെ ഷോർട്ട്, ഈ ഡയോഡുകൾ തമ്മിൽ ഷോർട്ട് വന്നാലും ഫ്യൂസുകൾ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, അത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഈ ഡയോഡും മെയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതിൽ നിന്ന് മെയിൻ നമ്മൾ ഈ ഡയോഡിലേക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഡയോഡ് വഴിയാണ് ഈ സിസ്റ്റം കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഹെവി ഡയോഡാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായി കിട്ടിയില്ലെങ്കിലും നമുക്ക് അടുത്ത സെക്ഷനൊന്നും വർക്ക് ചെയ്യില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ IGBT ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതാണ് ഇതിലേക്ക് വേണ്ട ബൂസ്റ്റിംഗ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായി വർക്ക് ചെയ്യാതിരുന്നാലും നമുക്ക് സാധനം വർക്ക് ചെയ്യില്ല. IGBT ഈ ഡയോഡും ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. IGBT എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലും ഇതിലൊക്കെ വരുന്ന സെയിം ഫംഗ്ഷൻ തന്നെയാണ്, നമ്പറും ആംപിയറും ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ചെക്ക് ചെയ്യണതൊക്കെ അതേ മെത്തേഡ് തന്നെയാണ്. അതായത് സ്വിച്ചിങ് ടു D, S to D, S to C നമ്മൾ കമ്പ്യൂട്ടറിൽ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി ഒരു സൈഡിലേക്ക് വരുള്ളൂ, മറ്റേ സൈഡിലേക്ക് വരാൻ പാടില്ല. അതേപോലെ ഞാൻ ഈ മുമ്പേ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഫംഗ്ഷൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇതിലേക്ക് ഷോർട്ടോ എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഭാഗം ചെയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ ഇത് ഷോർട്ടാണെന്ന് അർത്ഥം അത് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ. ഇതിൽ വരുന്ന വോൾട്ടേജ് ഈ പറഞ്ഞ 15 വോൾട്ട് ആ വർക്കിംഗ് വോൾട്ട്, പിന്നെ ഇതിൽ കറക്റ്റായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ടോ നോക്കുക.
ഇതവിടെ 3.5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 15 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫങ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ആ 300 വോൾട്ടും ഇവിടെ കറക്റ്റായിട്ട്, അതായത് ഇവിടുന്ന് വരുന്ന ഇതിൻ്റെ പോസിറ്റീവ് വോൾട്ട് ഉണ്ടല്ലോ, ഇതും ഇതിനകത്ത് കറക്റ്റായി കിട്ടുന്നുണ്ടോ, അത് നേരിട്ട് ഇതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നോക്കേണ്ട കാര്യം വരുന്നില്ല. ഷോർട്ടാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫ്യൂസ് അടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാറ്റിലും ഡയറക്റ്റായി ബാധിക്കുന്നത്. ഇവിടെ ഒരു മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്. ഇതിൽ ഷോർട്ട് ഉണ്ടെങ്കിൽ അടക്കം ഇതെല്ലാറ്റിലും ബാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ UVWയുടെ ഒരു ഡ്രൈവർ സെക്ഷൻ, അവിടെ ഒരു 3 കപ്പാസിറ്റർ ഉണ്ട്. ഇതിനകത്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും കംപ്രസർ എടുക്കില്ല. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഫാൾട്ടിൻ്റെ ഐഡിയ കിട്ടും. ഇവിടെ എല്ലാ വോൾട്ടേജും വരുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി ഔട്ട്പുട്ടാണ്, ഇതിൻ്റെ സ്വിച്ചിങ് ആണോ ഒന്നും നടക്കാത്തുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാം SMPS സെക്ഷനാണെന്നുള്ളത്. SMPS സെക്ഷനിലെ കംപ്ലൈൻറ്റ് നമുക്ക് നോക്കിയെടുക്കാവുന്നുള്ളൂ. സാധാരണ കോമൺ SMPS തന്നെയാണ്. ഇതിൻ്റെ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് വന്ന് എടുക്കുക. പിന്നെ മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ളതിൻ്റെ കൂട്ടത്തിൽ ഈ റെഗുലേറ്റർ ഐസികൾ കംപ്ലൈൻ്റ് ആവും. അതായത് 3.3യുടെയും 15 വോൾട്ടിൻ്റെ റെഗുലേറ്റർ ഐസികൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതായിട്ട് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളാണ് ഇതിൽ നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ PTC, ഈ റിലേ, റെഗുലേറ്റർ ഐസീസ്, കപ്പാസിറ്റർ, ഈ സ്റ്റാർട്ടിങ് ഇതിൻ്റെ ഫാനിൻ്റെ റിലേ, അതുപോലെ മെയിൻ റെക്ടിഫയർ, IGBT, മെയിൻ ഡയോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കോമൺ ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഈ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കോമ്പണൻറ്റിലൊക്കെ കംപ്ലൈൻറ്റ് വന്നാൽ അത് കോംപ്ലിക്കേഷനാണ്. ഇത് സാധാരണഗതിയിൽ എന്താ പറയുക, പെട്ടെന്നൊന്നും ആർക്കും ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. വളരെ ക്ഷമയോടെ നോക്കി ഇരുന്ന് ചെയ്യണം. കാരണം ഓരോ വോൾട്ടേജും ഏത് ഭാഗത്താണ് പോണേന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞ് ചെയ്യേണ്ട പണിയാണ്. അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ സിസ്റ്റങ്ങളുടെ കൊണ്ട് IC മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫങ്ഷൻ നമുക്ക് ഏകദേശം എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് ഒരല്പം കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്കഷൻ നിൽക്കുന്നില്ല. അത്യാവശ്യം കോമൺ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.